എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ FIUGPയുടെ രണ്ടാം സെമസ്റ്റർ എഫ് ഐ യു ജിയുടെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഒന്നിച്ച് നടത്തുമോയെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. അതുപോലെ തന്നെ ഇനി FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ തുടങ്ങുന്ന ഡേറ്റ് കൃത്യമായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ഡേറ്റ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ എപ്പോഴായിരിക്കും പരീക്ഷ നടക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വിശദമായ വാർത്തയിലേക്ക് പോകാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും എന്നായിരിക്കും നടത്തുക എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. അപ്പോൾ വിദ്യാർത്ഥികളും ഇതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ് FIUGPയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും സപ്ലിമെൻ്ററി പരീക്ഷയും ഒന്നിച്ച് നടത്തുമോ എന്നുള്ളത്. അന്നേരം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പുറകോട്ട് പോകണം. ഒരു നവംബർ, ഡിസംബർ, ജനുവരി മാസത്തിലേക്ക് നമ്മൾ പോകണം. ഈവൻ സെമസ്റ്റർ പരീക്ഷകളുടെ കാലമാണിപ്പോൾ. നമ്മൾ ഓഡ് സെമസ്റ്റർ പരീക്ഷകളുടെ ആ ടൈമിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് ഇതിനൊരു ഉത്തരം പറയാൻ സാധിക്കൂ. കാരണം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം വരെ എന്തായിരുന്നു, തേർഡ് ഇയർ ഡിഗ്രി ആയിരുന്നു, 3 വർഷ ബിരുദമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തോടു കൂടി 4 ഇയർ ഡിഗ്രി വന്നു. അപ്പോൾ 4 ഇയർ ഡിഗ്രി വരുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എല്ലാം ഒന്നിച്ചായിരുന്നു നടത്തുന്നത്. റെഗുലർ ആയാലും സപ്ലിമെൻ്ററി ആയാലും ഇംപ്രൂവ്മെൻ്റ് ആയാലും എല്ലാം ഒന്നിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ 4 ഇയർ ഡിഗ്രി വന്നതിന് ശേഷം എല്ലാത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അത് FIUGPയുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ നടത്തിയത് ഡിസംബർ മാസം 6-ാം തീയതി മുതലും, അതുപോലെ തന്നെ FIUGPയുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ നടത്തിയത് ഡിസംബർ മാസം 6-ാം തീയതി മുതലും, സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തിയത് ജനുവരി മാസം 1-ാം തീയതി മുതലുമായിരുന്നു. അപ്പോൾ പരീക്ഷ നടന്നത് വേറെ ആയിരുന്നു, വേറെ മാസങ്ങളിലായിട്ടായിരുന്നു നടന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നിച്ച് നടത്താനുള്ള സാധ്യത ഇല്ല എന്ന് വിദ്യാർത്ഥികൾ, അതായത് 2 സെമസ്റ്റർ പരീക്ഷകളും ഒന്നിച്ച് നടത്താനുള്ള ഇരു സെമസ്റ്റർ പരീക്ഷകളുമല്ല, റെഗുലറിൻ്റെയും സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും ഒന്നിച്ച് നടത്താനുള്ള സാധ്യതയില്ല. രണ്ടും വേറെയാണ് നടത്തുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഡേറ്റ് വന്നു. ഏപ്രിൽ മാസം 10-ാം തീയതി മുതലായിരിക്കും FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുക. എന്നാൽ സപ്ലിമെൻ്ററി പരീക്ഷ എന്നായിരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, എന്തായാലും FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും സപ്ലിമെൻ്ററി പരീക്ഷ വിളിക്കുക. കാരണം FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷമാണ് ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ നടത്തിയത്. അതുപോലെ തന്നെ ഇപ്പോൾ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും സപ്ലിമെൻ്ററി പരീക്ഷ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുക. അതിന് കാരണമായിട്ട് ഞാൻ പറയുന്നത്, മാർച്ച് മാസം 20-ാം തീയതി കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളുടെ 6-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുകയാണ്. അത് മാറ്റിവെക്കാനോട്ട് പറ്റുകയുമില്ല. കാരണം ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഉപരിപഠനത്തിനും ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ പോകേണ്ട വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് അവരുടെ പരീക്ഷ മാർച്ച് മാസം 20-ാം തീയതി ആരംഭിക്കും. അത് കഴിഞ്ഞ് 15 ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ മാസം 10-ാം തീയതി രണ്ടാം സെമസ്റ്റർ FIUGP വിദ്യാർത്ഥികളുടെ പരീക്ഷയും ആരംഭിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് ഒഴിവാക്കാനായിട്ട് പരീക്ഷകളൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്കൊട്ട് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുകയും അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ വിളിക്കുക. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കൂടുതൽ അറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കരീർ, ഫൗണ്ടർ ഓഫ് കരീർ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.